ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞിനെ എന്തോ കടിച്ചു എന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈദ്യൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. പക്ഷെ അത് നീരുണ്ട് ഈ ഭാഗത്തായിട്ടും കണ്ട കടിച്ച്, ഈ ഭാഗത്തായിട്ടാണ് കടിച്ചിരിക്കുന്നത്. നീരുണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയിൽ അരിവേപ്പും പച്ചമഞ്ഞളും ഒക്കെ അരച്ചിട്ടു കേട്ടോ. എന്നിട്ടൊന്നും നീര് വലിഞ്ഞിട്ടില്ല, കൂടിയിട്ടുമില്ല, അങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഒരു വൈദ്യനുണ്ട് നമ്മുടെ അടുത്തേ, പച്ചമരുന്നിൻ്റെ ഒക്കെ, ആളുടെ അടുത്ത് കൊണ്ട് കാണിക്കാൻ ഓർത്തു. രാവിലെ റെഡി ആയിട്ടിരിക്കുകയാണ്, കുളിപ്പീരൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കുളിക്കാനൊന്നും പറ്റിയില്ല, മരുന്നൊക്കെ ഇടണ്ടല്ലേ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അച്ഛ ഓട്ടോ വിളിക്കാനായിട്ട്, അച്ചാച്ചി വഴിയിലോട്ട് പോയേക്കുവാണേ, ഓട്ടോ വിളിക്കാനായിട്ട് പോയേക്കുക. അപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പം മരുന്ന് തന്നാൽ പേട്ടയ്ക്ക്, ഈരാറ്റുപേട്ടയ്ക്ക് പോയി മരുന്ന് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് അങ്ങാടി ഷോപ്പിൽ മരുന്നുകളൊക്കെ കുറവാണ്, ഈരാറ്റുപേട്ടയ്ക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ. അപ്പോൾ നമുക്കടുത്ത് ഈരാറ്റുപേട്ട ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഈരാറ്റുപേട്ടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൂടെയാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം വരുമ്പോൾ ഇവരെ നമ്മുടെ ഇവിടെ ഈ വഴിക്ക് തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പം തിരിച്ചു വരുമ്പോൾ ഇവിടെ ആക്കിയിട്ട് എനിക്ക് പേട്ടയ്ക്ക് പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ. വീടൊക്കെ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ഛൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കയറി പോകാമല്ലോ, അല്ലെ പിന്നെ ഇനിയിപ്പോൾ വീടൊക്കെ പൂട്ടാനായിട്ട് താമസിക്കില്ലേ. അപ്പോൾ പിന്നെ വീട് പൂട്ടിയിട്ട് പുറത്ത് നടക്കലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വീടൊക്കെ പൂട്ടുന്നുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ക്യാമറാമാൻ എൻ്റെ മോള് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാനവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവൾ അതിലൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത്. 2-3 ദിവസമായിട്ട് മുറ്റത്തൊന്നും ഇറങ്ങുന്നൊന്നുമില്ലായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ അരകലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടൊരു തടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ തടിയിൽ ഇവൾ പിടിച്ച്, ഞാനവിടെ തൂത്തുകൊണ്ടിരുന്നപ്പം അവളവിടെ പിടിച്ചുകൊണ്ട് നിന്നതാണ് കേട്ടോ. അകത്തേന്ന് എന്തോ കടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഉറുമ്പിനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവൾ പറയുന്ന വേട്ടാളനാന്ന് പറഞ്ഞാൽ വേട്ടാളനൊന്നും കണ്ടില്ല, ഒരു കട്ടുറുമ്പിനെയാണ് കേട്ടോ കണ്ടതേ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്തായാലും ഞങ്ങൾ പച്ചമഞ്ഞളും ഈ തുളസിയൊക്കെ അന്നേരം തന്നെ അരച്ചിട്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്നും കുറയുന്നില്ലേ, നീര് കുറയുന്നുമില്ല, കൂടുന്നുമില്ല, അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഈ വൈദ്യനെ കൊണ്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പോകുന്നതേ. ഹോസ്പിറ്റലിലൊക്കെ പോയാലും നമുക്ക് നീര് വലിയാനും വേദനയ്ക്കുള്ള മരുന്നൊക്കെ അല്ലേ കിട്ടുള്ളൂ. വൈദ്യനെ കണ്ട് മരുന്ന് വാങ്ങിച്ചാലേ വിഷത്തിനുള്ള ഒരു മരുന്ന് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നു, ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അച്ഛൻ എടുത്തിട്ടിരിപ്പുണ്ടേ. അപ്പോൾ ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂടൊക്കെ ഉണ്ട്, രാവിലെ മേലൊക്കെ കഴുകിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഉറക്കപ്പിച്ചുണ്ട് കേട്ടോ ഓട്ടോയിൽ കയറിയപ്പോഴേ. ഈ വൈദ്യൻ്റെ ചേട്ടനാന്ന് തോന്നുന്നു, ചേട്ടനോ അനിയനോ, ഇവർ രണ്ടുപേരും വൈദ്യന്മാർ തന്നെയാണ് കേട്ടോ, താഴെ മുകളിലുമായിട്ടാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ അനിയൻ്റെ അടുത്താണ്, തറവാട്ടിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ചേട്ടൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് മരുന്നൊക്കെ തന്നേ. കയ്യിലെ നീര് വലിയാഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ നീര് വലിയാഞ്ഞത്. അപ്പോൾ കുഞ്ഞ് അവിയലൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, മീനൊക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നീര് വലിയാതിരുന്നത്. അപ്പോൾ പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് വൈദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അതുപോലെ ഫോളോ ചെയ്താൽ മതി, മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഗുളിക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗുളിക കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് തുളസിയും മഞ്ഞളും കാടിവെള്ളത്തിൽ അരച്ച് ഇടണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് അച്ഛൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഈ അരകല്ലെടുത്ത് അരയ്ക്കാനുള്ള ആരോഗ്യം എനിക്കില്ല കേട്ടോ, വലിയ കല്ലൊക്കെയാണ്. അപ്പോൾ അത് ശരിക്കും നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അച്ഛൻ തന്നെ അരച്ചാലേ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛൻ തന്നെ അരയ്ക്കുന്നുണ്ടേ. പിന്നെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു വന്നപ്പോഴത്തേക്കും. പിന്നെ മരുന്നിടാൻ നേരമായപ്പോൾ ഞാൻ പിന്നെ വിളിച്ചേൽപ്പിച്ചു കേട്ടോ. കാരണം മരുന്ന് കുടിക്കാനും ഉണ്ട്, മരുന്ന് കയ്യിലും ഇടണമല്ലോ. അപ്പോൾ ഡ്രസ്സൊന്നും മാറിയതും ഇല്ലായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി മരുന്നൊക്കെ തൂത്ത് കൊടുത്തു കേട്ടോ. ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു മരുന്ന് കുടിക്കാനായിട്ട്, കാരണം കയ്പ്പൊക്കെ ആയിരിക്കുമല്ലോ. എന്നാലും കഴിച്ചു കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ. പിന്നെ അരച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തുളസിയുടെ കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് തന്നെ മുറ്റത്ത് തുളസിയൊക്കെ ഇഷ്ടം പടി ഉണ്ട് കേട്ടോ, തുളസി മഞ്ഞളൊക്കെ നമുക്ക് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ അത് ഞാൻ പിന്നെയും പോയി പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ അരച്ചത്. അത് അരച്ച് കുറച്ച് ഏറെ വെച്ചു കേട്ടോ, കാരണം തോര ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ചിട്ടു, മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ള അരച്ചുകൊണ്ടിരിക്കുവാണേ. എന്നിട്ട് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം മഴ ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. കാരണം കൊച്ചിനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു ഇതായിരുന്നു കേട്ടോ, രാവിലെ മഴയൊക്കെ ആണെങ്കിൽ പാടാണല്ലോ, അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് പോയത്. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടാന്ന് വിചാരിച്ച്, അത് കഴിഞ്ഞ് പിന്നെ വേറെ പരിപാടീസൊന്നും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.